ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് പ്രാഥമിക നിഗമനം. പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് കണ്ടെത്തൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത്. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ രാവിലെയാണ് കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തത്. ആന്തരിക അവയവങ്ങളുടെ പരിശോധനയും നടത്തും. ഇതിനുശേഷം മാത്രമേ അന്തിമ റിപ്പോർട്ട് പുറത്തുവരികയുള്ളൂ. ആന്തരികാവയവങ്ങളുടെ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ വിഷമുള്ളിൽ ചെന്നോ അത്തരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത മരണത്തിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വാർത്താ വിശദാംശങ്ങളുമായി ചേർന്നു. ഉമേഷ്, ഇപ്പോൾ ഒരു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇതിൽ അസ്വാഭാവികതകൾ ഇല്ലെന്ന് പറയുന്നു. പക്ഷേ അന്തിമ റിപ്പോർട്ടിന് രാസപരിശോധനാ ഫലം അടക്കം വരേണ്ടതുണ്ട്. ഇത് എപ്പോഴേക്ക് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ മൃതദേഹത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഈ ഘട്ടത്തിൽ വരുന്നുണ്ടല്ലേ? സുഹൈൽ, പ്രാഥമിക റിപ്പോർട്ട് വന്നിട്ടില്ല. പ്രാഥമിക നിഗമനങ്ങൾ മാത്രമാണ്. ഒരു റിപ്പോർട്ട് വരികയുള്ളൂ. അതിന് സമയമെടുക്കും. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലമടക്കം വന്ന ശേഷം അന്തിമ റിപ്പോർട്ട് വരികയുള്ളൂ. നിലവിലുള്ള വിലയിരുത്തൽ അസ്വാഭാവിക മരണത്തിനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നടന്നത് സ്വാഭാവിക മരണമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ശരീരത്തിൽ മറ്റ് മുറിവുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒപ്പം മറ്റ് വിഷമോ മറ്റ് രാസവസ്തുക്കളോ ശരീരത്തിനകത്ത് ചെന്നതിന് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം ശ്വാസം മുട്ടി മരിച്ചതിന്, അതായത് ഈ സമാധിത്തറയ്ക്കകത്തിരുന്ന് ശ്വാസം മുട്ടി മരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഭസ്മത്തിൻ്റെ എല്ലാം അളവ് ശ്വാസകോശത്തിലേക്ക് പോകുമായിരുന്നു. അത്തരത്തിലൊന്നും നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു അസ്വാഭാവിക മരണത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഇനി രാസപരിശോധനാ ഫലങ്ങൾ വരേണ്ടതുണ്ട്. സാധാരണ ഇതിൽ 2 ആഴ്ചയെല്ലാമാണ് ഈ രാസപരിശോധനാ ഫലത്തിൻ്റെ റിസൾട്ട് കിട്ടാൻ സമയം. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരാഴ്ചക്കകം റിപ്പോർട്ട് ലഭ്യമാക്കും എന്നുള്ള ഒരു പ്രതീക്ഷ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചക്കകം തന്നെ റിപ്പോർട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കൈമാറും എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ ഗോപൻ സ്വാമിയുടെ സംസ്കാരം ഇന്നുണ്ടാകില്ല. നാളെ മഹാസമാധി എന്ന ചടങ്ങ് നടത്തി നാളെ ഇതേ സ്ഥലത്ത് ഈ നേരത്തെ ഉണ്ടാക്കിയിരുന്ന സമാധിത്തറ ഒരുക്കിയിരുന്ന അതേ സ്ഥലത്ത് മഹാസമാധിയായി വലിയ ചടങ്ങെല്ലാം നടത്തി ഹൈന്ദവ ആചാരപ്രകാരം സംസ്കാരം നടത്തുമെന്നാണ് അല്പം മുൻപ് VSDP സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ പറഞ്ഞത്. എന്തായാലും തങ്ങളെ ദ്രോഹിച്ചു, തങ്ങളെ ഈ ഒരു സമാധിയുടെ പേര് പറഞ്ഞ് വലിയ രീതിയിൽ ദ്രോഹിച്ച ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ സനന്ദൻ അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സുഹൈൽ, ഈ സ്വാഭാവികമായി ഉണ്ടായൊരു ദുരൂഹത, അച്ഛൻ്റെ മരണം പിന്നീട് പോസ്റ്റർ ഒട്ടിച്ച് നാട്ടുകാരെ അറിയിക്കുന്നു. അപ്പോൾ എങ്ങനെ മരണപ്പെട്ടു എന്ന കാര്യത്തിൽ വ്യക്തത തേടേണ്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കല്ലറ തുറക്കാനുള്ള ADMന്റെ ഉത്തരവിന് എതിരെ ഹൈക്കോടതി അടക്കം കുടുംബം സമീപിച്ചു. പക്ഷേ ഹൈക്കോടതിയിൽ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന ചോദ്യം ചോദിച്ചു. ഇതോടുകൂടി പ്രതിരോധത്തിലായ കുടുംബം ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഹൈക്കോടതി സ്റ്റേ ചെയ്യാൻ ഒരുക്കമില്ലാത്തതിന് പിന്നാലെ ഇന്ന് രാവിലെയോടെയാണ് ഇത്തരത്തിൽ കല്ലറ തുറന്ന് പരിശോധിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിന് പിന്നാലെ ഇപ്പോൾ പ്രാഥമികമായ ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്ന അസ്വാഭാവികതയില്ലെന്ന്